എന്താ ഇവിടെ വെറുതെ ഇരുന്ന അതിന് ഉണ്ണിയപ്പം വിഷുവിനുള്ള ഉണ്ണിയപ്പോ ലൈറ്റ് ഓഫ് ചെയ്യും മുറിയില് ഉണ്ടാക്കാം വെയിറ്റ് വിഷു മറ്റന്നാളാ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ. എന്തുവാടി ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടോ. നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണം, വിഷുവൊക്കെ അല്ലേ. അപ്പം വിഷുക്കണി ഒരുക്കുന്നതിനോടൊപ്പം എന്നും എല്ലാ വർഷവും കുറച്ച് ഉണ്ണിയപ്പം കൂടെ ഞാൻ ഉണ്ടാക്കി വെക്കുക കേട്ടോ. വളരെ എളുപ്പത്തിലുണ്ടാക്കാം. ഒരു 2 മണിക്കൂർ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കിലോ പച്ചരി എടുത്ത് വെള്ളത്തിലിടുക. 2 മണിക്കൂർ നല്ലതായിട്ട് കുതിർന്ന ശേഷം ഒരു 3 പാളയന്തോടൻ പഴം, ആ പഴം മാത്രമേ ഉണ്ണിയപ്പത്തിന് എടുക്കാവുള്ളൂ കേട്ടോ. അതാണ് കറക്റ്റ് രുചി കിട്ടുന്നത്. അപ്പോൾ 3 പഴവും ഒരു 3-4 ഏലക്കയും കുറച്ച് ജീരകവും പിന്നെ ശർക്കരപ്പാനി. ഒരു 1/4 കിലോ പച്ചരിയൊക്കെ ആണെങ്കിൽ ഒരു 200 ശർക്കരയൊക്കെ എടുത്താൽ മതി. ഒരു കുഞ്ഞുണ്ട ശർക്കരയ്ക്ക്, എല്ലാ ശർക്കരയ്ക്കും ഒരേ മധുരം ആയിരിക്കത്തില്ല കേട്ടോ. അപ്പം പാനിയാക്കിയാലും ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നല്ലോണം അങ്ങ് അരച്ചെടുക്കാം. നല്ലോണം അരയാന്ന് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങ് നല്ല വെണ്ണ പോലെ അല്ല കേട്ടോ, കുഞ്ഞു തരിയും വേണം, എങ്കിൽ അരയുകയും ചെയ്യണം. അതേ പരുവത്തിൽ അരച്ചിങ്ങി എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ അങ്ങ് ഒഴിച്ചു വെക്കാം. വളരെ എളുപ്പമാണ്. ഈ അരി കുതിർത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങ് അരച്ചെല്ലാം കൂടെ അങ്ങ് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതവിടെ അങ്ങ് ഇരിക്കട്ടെ. നമ്മുടെ ബാക്കിയുള്ള ജോലിയെല്ലാം തീർത്തിട്ട് വന്നിട്ട് നമുക്കിത് ഉണ്ടാക്കിയാൽ മതി. അപ്പം ഇപ്പോൾ ഒരു 2 മണിക്കാട്ടോ ഞാൻ വെക്കുന്നത്. ഞാനിത് ഉണ്ടാക്കാൻ കയറുന്നത് ഒരു 6 മണിക്കാണ്. ഒരു 4 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേട്ടോ. വേറെ ഒന്നും ചെയ്യുന്നില്ല, നല്ലോണം ഇളക്കിയിട്ട് അങ്ങ് വെക്കുക. ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളെല്ലാം തീർത്ത് കുളിച്ചിട്ട് വന്നിട്ട് വിളക്കും കത്തിച്ചിട്ടാട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് കയറുന്നത്. അപ്പം ഞാൻ കുളിയും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 2 പേര് ഇവിടെ കാവലും നിൽപ്പുണ്ട്, അവർക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അവർ വിചാരിച്ചു 4 മണിക്ക് ചായയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുവാണെന്നാണ് കരുതിയത്. പക്ഷേ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാട്ടോ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത്. ഉണ്ടാക്കി അന്നേരം തന്നെ കഴിക്കുമ്പോൾ അത്രയും രുചി തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിഷുവിന് വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി വെച്ചിട്ട് വിഷുവിനത്തേക്ക് കാണുമോയെന്ന് അറിയില്ല, എങ്കിലും ഉണ്ടാക്കിയ ഉടനെ തന്നെ ആദ്യം ഉണ്ടാക്കുന്ന പങ്ക് ഞാനങ്ങ് മാറ്റി വെക്കുകയും ബാക്കി ഇവരങ്ങ് തിന്ന് തീർക്കും. അപ്പം ഞാൻ പിന്നെ അടുക്കളയിലോട്ട് കയറിയിട്ട് കുറച്ച് തേങ്ങ അങ്ങ് എടുക്കുക കേട്ടോ. നമുക്ക് കടുക് വറുത്ത് കോരി മാവിലോട്ട് ഇടാനായിട്ട്. അപ്പം നെയ്ക്കകത്താണേ തേങ്ങ വറുത്ത് കോരുന്നത്. എന്നിട്ട് നമ്മുടെ മാവ് നല്ല രീതിയിൽ പൊങ്ങിയിരിപ്പുണ്ട് കേട്ടോ. ആ മാവിലോട്ട് നമുക്ക് ഈ വറുത്ത തേങ്ങയും കൂടി നന്നായിട്ട് അങ്ങനെ ഇളക്കിയെടുക്കാം. ഇനി വേറെ ഒന്നുമില്ല കേട്ടോ. ഉപ്പ് ഒരിച്ചിരി, അതായത് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്നിട്ട് ഇളക്കണം കേട്ടോ. ഞാൻ ഒന്ന് പറയാൻ വിട്ടുപോയേ. അപ്പോൾ അതും കൂടി ഇട്ട് ഇളക്കിയിട്ട് ഈ തേങ്ങാക്കൊത്തും കൂടി എടുത്തുകയാണെങ്കിൽ സെറ്റായി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചട്ടി വെച്ച് കേട്ടോ. കുറേ പഴക്കമുള്ള ചട്ടിയാണേ. പക്ഷേ ആ ചട്ടി എൻ്റെ കയ്യിൽ നിന്നൊന്നും നിലത്തോട്ട് വിടാം, സൈഡൊന്നും ഇച്ചിരി പൊട്ടിയിരിപ്പുണ്ട്. പക്ഷെ നല്ല ചട്ടിയാവും. എൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ചാണെന്ന് അമ്മ എനിക്ക് തന്ന ചട്ടി ചെയ്ത്. അപ്പം എന്തേ ആ മാവിലോട്ട് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നല്ലോണം ഇളക്കി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിക്കകത്ത് എണ്ണ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടെ ഞാൻ ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ മാവ് ഒഴിച്ച് അങ്ങ് വറുത്തെടുത്താൽ മതി. അപ്പം ഒഴിക്കുമ്പോൾ മുഴുവൻ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മുഴുവൻ ഒഴിക്കുമ്പോഴത്തേക്കും ഉണ്ണിയപ്പം ഇങ്ങനെ പൊങ്ങി എല്ലായിടത്തും ആവുമായിരുന്നു. ഈ ചട്ടി ഉണ്ടല്ലോ കുറച്ച് പഴകിയതും ഇങ്ങനെ എന്താ പറയുന്നത്, നമുക്ക് ഉപയോഗിക്കാൻ ഇച്ചിരി പാടാണ്. കൈ എങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ മറിഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ മാവൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് സമയം, അതായത് താഴത്തെ മൂത്ത് കഴിയുമ്പം ചട്ടിക്കകത്ത് തന്നെ ഈ ഉണ്ണിയപ്പം ഇങ്ങനെ വിട്ട് വരുവേ. ആ സമയത്ത് നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒത്തിരി തീ വെക്കൽ കരിഞ്ഞു പോകും. ഇതുപോലൊന്ന് വിട്ട് വരുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ആ ഭാഗം കൂടെ നല്ല രീതിയിൽ മൂത്ത് വരും. ഒത്തിരി തീ വെക്കുവാണെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ പുറം നല്ലോണം മൂക്കും, അകം വേവത്തുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്രിസ്പി ഒന്നും അല്ല കേട്ടോ, സോഫ്റ്റാണ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ക്രിസ്പിയായിട്ട് തോന്നുന്നേ ഉള്ളൂ. പക്ഷേ ഉണ്ണിയപ്പം സെറ്റാട്ടോ, അടിപൊളിയായിരുന്നേ. അപ്പോൾ ഇത്രയുള്ള കുഞ്ഞു വീഡിയോ. താങ്ക് യു.